ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2023-24 അധ്യയന വർഷത്തിലെ SSLC +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനം വിജയാരവം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി AP നസീമ നിർവഹിച്ചു. PTA പ്രസിഡന്റ് അനിൽ തൊട്ടിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള സിക്രവും AP നസീമ പ്രഖ്യാപിച്ചു. കൗൺസിലർമാരായ നജ്മുദ്ദീൻ, ഷാഹുൽ ഹമീദ്, IP ഷാജ്ര എന്നിവരും SMC ചെയർമാൻ റഹീം മേച്ചേരി, ഷബീർ മുണ്ടക്കാട്ട്, അബൂബക്കർ സിദ്ദീഖ്, ജലീൽ K ഹസൻ, രജിത മലയത്ത്, നിസാർ VP, സുമ, സ്നേഹ, സരസ്വതി, വിദ്യാർത്ഥി പ്രതിനിധികളായ ആയിഷ ഷൈമ, അശ്വതി എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ TK കുഞ്ഞവറൻകുട്ടി സ്വാഗതവും ഹെഡ് മിസ്ട്രസ് K ഹെമജ നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ 2024 വർഷത്തെ മാർച്ചിലെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ A+ നേടിയ ഉന്നത മേഖലയിലെത്തിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണിത്. ഏറ്റവും സന്തോഷകരമായ ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഏതൊരു സംവിധാനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ലക്ഷ്യം അവരുടെ അക്കാദമിക മികവാണ്. ആ അക്കാദമിക മികവ് നേടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു മഹനീയ ചടങ്ങിലാണ് നാം ഇന്ന്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 3 വർഷം തുടർച്ചയായി നമ്മുടെ ഹൈസ്കൂളിൽ 100% വിജയത്തിൻ്റെ തിളക്കത്തിലാണ്. ഒരു തവണ വിജയം നേടുക എന്നുള്ളത് പക്ഷേ കഴിയും. അത് 3 വർഷം നിലനിർത്തുക എന്നുള്ളത് അത്രയും കഠിനമായ പ്രയത്നത്തിൻ്റെ ഭാഗമാണ്. അധ്യാപകരുടെയും അക്ഷീണ പ്രയത്നത്തിൻ്റെയും അതുപോലെ രക്ഷിതാക്കളുടെ ഒരു ശ്രമവും അതുപോലെ തന്നെ അവിടെ സുരക്ഷയും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നതിൻ്റെയും കുട്ടികളുടെ കഠിന പ്രയത്നത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും റിസൾട്ടാണ് നമ്മുടെ ഇത്തരം വിജയങ്ങൾ. ഒരു അംഗീകാരമാണ് തുടർച്ചയായിട്ട് 3 വർഷം 100% വിജയം നേടുക എന്നത്. ആ വിജയം നേടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അധ്യാപകരെയും രക്ഷിതാക്കളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ +2 റിസൾട്ട് കഴിഞ്ഞ വർഷത്തെ +2 റിസൾട്ട് 85% വിജയം നിറഞ്ഞതും അതും മോശമില്ലാത്ത റിസൾട്ടാണ്. കാരണം നമ്മുടെ നഗരസഭയിലെ തന്നെ മറ്റുള്ള സ്കൂളുകളെ അപേക്ഷിച്ചിട്ട് നല്ലൊരു വിജയ ശതമാനമാണ് നമ്മളെ നമ്മുടെ സ്കൂളിലുള്ളത്. ആ വിജയത്തിനും പിന്നിൽ പ്രവർത്തിച്ച +2 കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുക. ഇന്നത്തെ ഈ ഒരു മനോഹരമായ ചടങ്ങ് നമുക്ക് ലഭ്യമാകാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് തീർച്ചയായും അധ്യാപകര് എന്തായാലും ഒരു ജോലി കിട്ടി, എന്തായാലും ഒരു മാസം തിരിയുമ്പോൾ അവർക്ക് ശമ്പളം കിട്ടും. ജോലി ചെയ്താലും ഇല്ലെങ്കിലും ശമ്പളം കിട്ടുമെന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് മാറി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെല്ലാവരും എല്ലാ മക്കളും നമ്മളുടേതാണ് എന്ന ഒരു ബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുട്ടികളുടെ കഴിവ് പുറത്തേക്കെടുക്കാനും അതേപോലെ മറ്റ് മാർക്കുകളൊക്കെ വാങ്ങിയിട്ട് NSSഉം അതുപോലെയുള്ള മാർക്കുകളൊക്കെ അഡീഷണൽ മാർക്കുകളൊക്കെ വാങ്ങിയിട്ട് കുട്ടികളെ മുൻപന്തിയെത്തി. എനിക്ക് തോന്നുന്നത് നിങ്ങൾ പഠിച്ച് മാത്രം നേടിയതാണല്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ മനോഹരമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരുപാട് നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു കർത്തവ്യത്തിന് മാത്രമല്ല. ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്, പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട്. ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പറയണം, ഇവരെ ശ്രദ്ധപ്പെടുത്തണം. ഒരുപാട് ആളുകൾക്കിടയിൽ പറയുമ്പോൾ മാത്രമാണ് ജനപ്രതിനിധികൾക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു ബോധ്യമൊക്കെ ഇവിടുത്തെ പ്രധാനാധ്യാപകരും അതേപോലെ പ്രിൻസിപ്പളുമൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അതുകൊണ്ടാണ് ഈ പൊതുവേദിയിൽ വെച്ചത് ചോദിക്കുന്നത്. എന്തായാലും മാഷിന്റെ പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ മാഷിന്റെ പ്രശ്നങ്ങൾ ഞങ്ങളുടേത് കൂടിയാണ്, ജനപ്രതിനിധികളായ ഞങ്ങളുടേത് കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായും വിജയവേദിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അടുത്തിരുന്നാൽ പോലും മാഷ് കിട്ടില്ല, മാഷ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
ചെയ്യുന്ന ജോലിയിൽ അത് പരമാവധി 100% ക്ലിയർ ആക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് അദ്ദേഹം അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ ഒരു മനോഭാവത്തിൽ നമ്മൾ പറയുകയാണ് ഇവിടെ ഒരുക്കേണ്ട സൗകര്യങ്ങൾ ഒരുപാട് കുറവുകളുണ്ട്. തീർച്ചയായും സർക്കാരിനോട് നമുക്ക് ആവശ്യപ്പെടണം. ഈ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് പുതിയതായിട്ട് ചെയ്യാം. ഇന്നത്തെ കുട്ടികളുടെ ഈ ഒരു മനോഹരമായ ഒരു ചടങ്ങിനൊരു ഗിഫ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊന്നും വയ്യാതായാലും ഒരു തലവേദന വന്നാലും കിടക്കാനോ ഒരു അല്പനേരം റെസ്റ്റ് എടുക്കാനോ ഇവിടെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഞാൻ ചില സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ അവിടെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ പരിപാടിക്ക് ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഇവിടെ ഒരു വിശ്രമം ഒരുക്കി തരാനാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. അത് എത്രയും പെട്ടെന്ന് അത് ഈ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് വീട്ടിലുള്ള ഒരു അംഗീകാരമായിട്ട് കൂട്ടിയാൽ മതി. വളരെ അടിയന്തരമായിട്ട് ഞാൻ അതിന് ഫണ്ട് വെച്ച് അത് നടപടി ഏർപ്പാടാക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാന അധ്യാപകർ സൂചിപ്പിച്ച നമ്മളുടെ ഭൗതിക സാഹചര്യങ്ങളുടെ കുറവ് അത് ഏത് രീതിയിലാണോ ഏത് തരത്തിലുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് പരിഹരിക്കാൻ പറ്റുന്നത് എന്ന് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറയുന്നു. അടിക്കടിയുള്ള വിജയ ശതമാനം വർദ്ധിക്കുന്നതിൻ്റെയും നല്ല ഉണർവുള്ള സ്കൂളാണ് നമ്മുടേത്. ഞാൻ പഠിച്ചിരുന്ന കാലത്തൊക്കെ ഓല ഷെഡായിരുന്നു നമ്മുടെ സ്കൂളിൻ്റെ ഒരു സാഹചര്യം. അതൊക്കെ മാറി സർക്കാർ സ്കൂളുകൾ ഹൈടെക്കാക്കി ഉയർത്തി കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ക്ലാസ് മുറികളിൽ ഹൈടെക്കായി സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ സ്കൂളുകളും വർദ്ധിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ഏറ്റവും നല്ല ഒരു റിസൾട്ട് 3 വർഷവും തുടർച്ചയായി 100% ലഭിച്ചതിൻ്റെ ആഘോഷത്തിലും അതുപോലെ A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അതോടൊപ്പം ഹയർ സെക്കൻഡറിയിലെ ഏറ്റവും മികച്ച ഏറ്റവും നല്ല ഉയർന്ന സ്കോർ വാങ്ങിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് സമർപ്പണവുമാണ് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 40 മാർക്കിൻ്റെ വിഷയങ്ങളിൽ SSLCക്ക് 36 മുതൽ 40 വരെ മാർക്ക് വാങ്ങുകയും 80 മാർക്കിൻ്റെ വിഷയങ്ങളിൽ 72 മുതൽ 80 വരെ മാർക്ക് വാങ്ങുകയും ചെയ്ത മിടുക്കന്മാരും മിടുക്കികളുമാണ് നിങ്ങൾ. +2 വിജയികൾ ഇവിടെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഹാർഡ് വർക്കിനെ അഭിനന്ദിക്കുകയാണ്, ആശംസകൾ അർപ്പിക്കുകയാണ്. നിങ്ങളുടെ നേട്ടത്തെ ഒട്ടും കുറച്ച് കാണിക്കാതെ സർവ്വവിധ ഐശ്വര്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കരിയർ നിങ്ങൾ ശാസ്ത്രീയമായിട്ട് പരീക്ഷിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സിജിയുടെ സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയുടെ CDAT എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ട്. അത് 3 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു പരീക്ഷയാണ്. അരമണിക്കൂർ വീതം ഉള്ള നമ്മുടെ മെൻ്റൽ എബിലിറ്റി, ലാംഗ്വേജ് കപ്പാസിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി ഇതുപോലെയുള്ള സംഗതികളൊക്കെ വിലയിരുത്തുന്ന അരമണിക്കൂറുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ്. ഈ പരീക്ഷ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻബോൺ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. രക്ഷിതാക്കളും കൂടി ഈ കാര്യം ശ്രദ്ധിക്കുക. ഇതിനൊരു 1200 രൂപയാണ് ഇതിൻ്റെ ചാർജ് ഉള്ളത്. തീർച്ചയായിട്ടും അത്തരം ഒരു അഭിരുചി ടെസ്റ്റിലൂടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഉന്നത കോഴ്സ് തിരഞ്ഞെടുത്താൽ ഒരിക്കലും നമുക്ക് അവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വരേണ്ട സാഹചര്യം ഉണ്ടാവില്ല. കാരണം നമ്മുടെ അഭിരുചി അതാണ്. ഇവിടെ ഇന്നത്തെ നമ്മളുടെ ചടങ്ങ് എന്ന് പറയുന്നത് SSLC +2 വിഷയങ്ങളിൽ കൂടുതൽ ഉന്നത വിജയം നേടിയ കുഞ്ഞുങ്ങളെ ആദരിക്കാൻ വേണ്ടി നടത്തിയ ഈ ചടങ്ങാണ്. അപ്പോൾ ശരിക്കും A+ പഠിച്ച് അധ്വാനിച്ച് നേടിയ കുഞ്ഞുങ്ങളാണ് എൻ്റെ
മുന്നിലിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഹാർഡ് വർക്കിംഗ് അത് ഇനിയും നിങ്ങളുടെ മുന്നോട്ടുള്ള പഠനത്തിൽ ഉണ്ടാവട്ടെ. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം. ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ